നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിഷേധങ്ങൾ കനത്തിട്ടും രാഹുലിന് സംരക്ഷണമൊരുക്കി കോൺഗ്രസ്. ഇനിയും പരാതികൾ വരുമെന്ന് പാർട്ടിക്കുള്ളിൽ ആശങ്ക. പാലക്കാട്ട് എത്താതെ അടൂരിലെ വീട്ടിൽ അടച്ചിരുന്ന രാഹുൽ. വീടിന് സംരക്ഷണവുമായി പോലീസ്. എല്ലാ പരിപാടികളും റദ്ദാക്കി. നിർബന്ധിത ഗർഭചിത്ര പരാതിയിൽ ഉടൻ കേസെടുക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി കോൺഗ്രസ് നേതാവിന്റെ മകൾ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്ന ആക്ഷേപം. പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ. പിന്നാക്ക വിഭാഗക്കാരിയാണെന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും പരാതി. അന്വേഷണം ആരംഭിച്ച AICC. രാഹുലിനെ സംരക്ഷിക്കാൻ പരാതിക്കാരിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിച്ച് VK ശ്രീകണ്ഠൻ MP. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? പ്രതിഷേധം കണ്ടപ്പോൾ പറഞ്ഞത് പിൻവലിച്ച് തടിയൂരാൻ ശ്രമം. രാഹുലിന്റെ കഥകൾ നേരത്തെ കേട്ടിട്ടുണ്ടെന്നും പേര് പറയാൻ തന്നെ അപമാനമാണെന്നും പത്മജ വേണുഗോപാൽ. വേലിയിൽ സാരി ചുറ്റിയിട്ടാൽ പോലും പിന്നാലെ പോകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പരിഹാസം. സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. ഓണം ആഘോഷിക്കാൻ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചു നൽകും. നാളെ മുതൽ വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും 1 ഗഡു കുടിശ്ശികയും. 62 ലക്ഷം പേർക്ക് ഓണത്തിന് 3200 വീതം ലഭിക്കും. 1679 കോടി അനുവദിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കോൺഗ്രസ് MPമാർക്ക് മാത്രമല്ല മന്ത്രിക്കുപ്പായം സ്വപ്നം കണ്ട് NK പ്രേമചന്ദ്രനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ മോഹം. കൊല്ലം MPയുടെ ലക്ഷ്യം ഇരവിപുരം മണ്ഡലം. ചവറ വിട്ട് കൊല്ലത്തിറങ്ങാൻ കരുക്കൾ നീക്കി ഷിബു ബേബി ജോണും. പ്രേമചന്ദ്രന്റെ നീക്കത്തിൽ RSPക്കുള്ളിൽ കല്ലുകടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വാഹനം വഴിയിൽ നിന്ന് മാറ്റുന്നതിന്റെ പേരിൽ സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടുറോഡിൽ തർക്കം. മാധവ് സുരേഷും KPCC അംഗം വിനോദ് കൃഷ്ണയും തലസ്ഥാനത്തെ തെരുവിൽ തർക്കിച്ചത് ഇന്നലെ രാത്രി. മാധവിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ പോലീസ് ജീപ്പിൽ കയറ്റിയതിനെ ചൊല്ലി വിവാദം. ജയിക്കാൻ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ടും തൃശൂരിൽ ചേർത്തെന്ന് സമ്മതിച്ച BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. അങ്ങനെ ചെയ്തതിൽ തെറ്റില്ല. ജയിക്കാൻ വേണ്ടി ഇനിയും അങ്ങനെ ചെയ്യുമെന്നും ഗോപാലകൃഷ്ണൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന BJP നേതൃയോഗം കൊച്ചിയിൽ തുടരുന്നു. ലക്ഷ്യം തെരഞ്ഞെടുപ്പ് തന്ത്രമൊരുക്കൽ. വാഴൂർ സോമൻ MLAക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം വൈകിട്ട് 4-ന് വണ്ടിപ്പെരിയാറിൽ. അന്തിമോപചാരം അർപ്പിച്ച നിരവധി പേർ. ഓർമ്മയാകുന്നത് തോട്ടം തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യം. വാർത്തകൾ വിശദമായി. യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPMഉം BJPയും പ്രതിഷേധം തുടരുകയാണ്. പൊതുജന വികാരം എന്തെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നതാണ് രാഹുലിന് നല്ലതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്ക മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പില്. വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള്. എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവര് നടത്താം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. വിക്ടോറിയ കോളേജിന് മുന്നിൽ ക്യാൻവാസ് ഒരുക്കിയായിരുന്നു BJPയുടെ പ്രതിഷേധം.
പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. LDF MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറു ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞതെന്ന് സ്ഥിരീകരിച്ച VK ശ്രീകണ്ഠൻ ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും പ്രതികരിച്ചു. അദ്ദേഹം പാലക്കാട് MLA ആണ്, കേരള നിയമസഭയിലെ മെമ്പറാണ്. ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു, രാജിവെച്ചു. നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും VK ശ്രീകണ്ഠനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതേസമയം നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കേസെടുക്കില്ല. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലെ ഇര നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതി എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ഡാൻ കുര്യനും നവമി ദിനേശും ചേരുന്നു. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് ആവശ്യം. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നത് പാലക്കാട് രാഹുലിന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ BJP-യുടെ പ്രതിഷേധം വിക്ടോറിയ കോളേജിന് മുമ്പിലുണ്ടായിരുന്നു. മറ്റൊരു വിഷയത്തിലാണെങ്കിലും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടലിന് വലിയ വിമർശനം ഉണ്ടായി. ഇന്ന് വൈകുന്നേരം SFI രാഹുൽ മാങ്കൂട്ടൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ വിഷയം സജീവമായിട്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് VK ശ്രീകണ്ഠൻ MP അക്കാര്യത്തിൽ പാർട്ടി നിലപാട് എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സാമാജികത്വം രാജിവെക്കേണ്ട സാഹചര്യമില്ല, മറ്റു പാർട്ടികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന ഒരു ന്യായീകരണം കൂടി നൽകുന്നുണ്ട്. പക്ഷേ കൂടുതലൊന്നും രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ മണ്ഡലത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതൊരു പരിപാടിയിലും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കുമെന്നൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഒരു വിലക്ക് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് സ്വയം ബോധ്യത്തോടെ പെരുമാറണം. ജനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഉത്തരവാദി മറ്റാരുമല്ല, അത് രാഹുൽ തന്നെയായിരിക്കും എന്ന തരത്തിലുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ BJP-യും രാഹുലിനെ പൊതുപരിപാടികളിലെത്തിയാൽ തടയും എന്ന നിലപാടിൽ തന്നെയാണ്. വലിയ പ്രതിഷേധം മണ്ഡലത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലുമില്ല, രാഹുൽ അടൂരിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും അതേ ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. അതേസമയം ഇതിനെ കോൺഗ്രസിൽ VK ശ്രീകണ്ഠൻ ഒഴികെ മറ്റാരും തന്നെ ഇന്ന് പ്രതികരണവുമായി വന്നിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും ഉയരുന്ന ആരോപണങ്ങൾ അത് ഒരു തരത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതിലേക്കാണ് എത്തുന്നത്. ഇന്ന് ശ്രീകണ്ഠൻ തന്നെ ഇതിൽ രാഷ്ട്രീയമായിട്ട് പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ വെള്ളപൂശിയിട്ടില്ല എന്ന ഒരു വിശദീകരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും വരും മണിക്കൂർ ഇന്ന് തന്നെ വൈകുന്നേരം SFIയുടെ തോതിൽ വലിയ ഒരു മാർച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമാനമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമുക്ക് പാലക്കാട് നിന്നും മനസ്സിലാക്കാനാവുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. ഡാൻ കുര്യൻ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, ഒരു വശത്തു നിന്ന് രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വലിയ ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നു. അതേസമയം മറുവശത്ത് കൂടുതൽ പരാതികൾ എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പരാതി ഉയരുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന കോൺഗ്രസ് നേതാവിന്റെ മകൾ തന്നെ AICCക്ക് പരാതി കൊടുത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ? അശ്വതി, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്. നിയമപരമായി പോലീസിന് മുമ്പിൽ പരാതിയായി ലഭിച്ചിട്ടില്ല എങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും അധ്യക്ഷനായിരുന്ന പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്
പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അച്ചടക്ക നടപടികളുടെ തുടക്കമെന്ന വണ്ണം പ്രാഥമികമായ നടപടി ഉറപ്പുവരുത്തിയിട്ടുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് പൂർണ്ണമായ പിന്തുണ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് CPM നേതാക്കൾക്കെതിരെയും സമാനമായ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ MLA സ്ഥാനം അവർ രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് ആഭ്യന്തര അന്വേഷണം പാർട്ടി തലത്തിൽ നടക്കട്ടെ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകട്ടെ, അതിനുശേഷം മാത്രം രാജി എന്ന ആവശ്യത്തിലേക്ക് പോയാൽ മതി. തിടുക്കത്തിൽ അങ്ങനെ ഒരു നടപടിയെടുത്താൽ പാർട്ടിക്ക് മുഴുവൻ അത് പേരുദോഷമാകും. അങ്ങനെ പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന ഒരു നടപടിയിലേക്ക് തിടുക്കത്തിൽ കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഒരു പറ്റം നേതാക്കൾ. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കാത്തത്. പക്ഷേ ഒരു അന്വേഷണ സമിതി, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങളിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തുന്നതിനൊരു ആഭ്യന്തര സമിതിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ആ സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്തുക. അതിൽ ആരോപണ വിധേയന്റെ വിശദീകരണം കൂടി തേടിയതിനു ശേഷം ഒരു സമഗ്രമായ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് ഈ സമിതി കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുക. AICC നേതൃത്വത്തിനടക്കം ലഭിച്ചിരിക്കുന്ന ഗുരുതരമായ പരാമർശങ്ങളുള്ള 6 പരാതികളുണ്ട്. ആ പരാതികളിൽ പാർട്ടി നേതൃത്വം ഗൌരവമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് നേതൃത്വം കടക്കുകയെന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന സംരക്ഷകരാരും തന്നെ ഈ ഘട്ടത്തിൽ രംഗത്തില്ല. അവരൊക്കെ മൌനം തുടരുകയാണ് എന്നത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ശരി ഡാൻ, നവമിയിലേക്ക് കൂടി പോവുകയാണ്. നവമി, ഈ രാഹുലിനെതിരെ ഇന്നലെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഏറ്റവും ഗൗരവതരമായത് ആ ഒരു ഓഡിയോ ആയിരുന്നു, ശബ്ദ സന്ദേശമായിരുന്നു, നിർബന്ധിത ഗർഭചിത്ര പരാതി. അതിനെതിരെ അഡ്വക്കേറ്റ് പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അതിലിപ്പോൾ ഉടനടി ഒരു കേസ് എടുക്കില്ല എന്ന വിവരമാണല്ലോ വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, എറണാകുളം സെൻട്രൽ പോലീസിനാണ് CPM അനുഭാവി കൂടിയായിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണം, നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുക്കേണ്ടത് എന്നായിരുന്നു ഇതിൽ പ്രധാനമായും പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കേസെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം, ഒരു പരാതിക്കാരൻ വേണം. അതിനപ്പുറത്തേക്ക് ഈ ഇരകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുവാനോ പരാതിയുമായി സമീപിക്കുവാനോ സാധ്യത പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അല്ലെങ്കിൽ കോടതിയിലടക്കം ഈ കേസ് പിന്നീട് തള്ളിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയമോപദേശം തേടിയിരുന്നു പോലീസ് ഇന്നലെ തന്നെ. അതിന് മറുപടിയായി ലഭിച്ചത് തൽക്കാലം തിടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് എടുക്കേണ്ടതില്ല, കാരണം പരാതിക്കാരിയോ കൂടുതൽ തെളിവുകളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കോടതിയിലടക്കം ഈ കേസ് നിലനിൽക്കുകയില്ല. കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് ലഭിച്ച നിയമോപദേശവും. ഇനി ഈ പോലീസിനെ സംബന്ധിച്ച് ആകെ തെളിവായി ലഭിച്ചിരിക്കുന്നത്, ഈ ഷിൻഡോ പറയുന്ന പരാതിയിൽ തെളിവായി ലഭിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിൽ കൂടി വന്ന ഓഡിയോ സന്ദേശം മാത്രമാണ്. അങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന ഈ സംസാരിക്കുന്ന ആ പെൺകുട്ടി അവർ പോലീസിന് പരാതി നൽകുകയോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുവാനോ സാധ്യതയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമായി നിലനിൽക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പ്രതികരണങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പരാതിക്കാർ പുറത്തുവിടുന്നില്ല. ഈ റിനിയുടെ മാധ്യമങ്ങളെ കൊണ്ട് സംസാരിക്കുമ്പോൾ പോലും അവർക്കൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, പോലീസിനെ സമീപിക്കാൻ താല്പര്യമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും പേര് പറയാൻ പോലും റിനി ഇതുവരേക്കും തയ്യാറായിട്ടില്ല. പിന്നീട് ഈ അവന്തികയുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല, അവന്തികയും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഓഡിയോ സന്ദേശത്തിലുള്ള പെൺകുട്ടി ആരാ എന്ന് പോലും അറിയില്ല, അവർക്കും പരാതി ഉണ്ടോ
എന്നതിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസവും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെയൊക്കെ തീരുമാനത്തിന് പിന്നിലും പരാതിയില്ല, പോലീസ് കേസ് ഇത് മുന്നോട്ട് പോവുകയില്ല എന്നൊരു വിശ്വാസം തന്നെയാണ്. ഇനി എന്തായാലും കൂടുതൽ തെളിവുകളും കൂടുതൽ ആരോപണങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും പോലീസ് തുടർ നടപടികളും ഈ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ മുന്നിലുള്ളൂ. അശ്വതി. ശരി നവമി. അതേസമയം പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച് VK ശ്രീകണ്ഠൻ MP രംഗത്ത് വന്നു. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നായിരുന്നു പരാമർശം. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. വിവാദമായതിനു പിന്നാലെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ നിന്ന് MP മലക്കം പറഞ്ഞു. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്നും രാഹുലിനെ വെള്ളപൂശിയിട്ടില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പറഞ്ഞത് തെറ്റായി തോന്നിയെങ്കിൽ പിൻവലിക്കുന്നുവെന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ അത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വേലിയിൽ സാരി ചുറ്റിയിട്ടാൽ അതിന് പിന്നാലെ പോകുന്ന ആളെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 35 വയസ്സിൽ ഇതാണ് നില എങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്നും രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന ആളിപ്പോൾ എവിടെയെന്നും കന്നാസും കടലാസും പോലെ ആയിരുന്നില്ലേ ഷാഫിയും രാഹുലുമെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. അവൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്ക മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പില്. വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവരുടെ നടത്തം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് രാഹുൽ. ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് ഉണ്ടാകുന്നതായി മന്ത്രി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. നേതാക്കൾ രാഹുലിന് ഒത്താശ ചെയ്യുന്നുവെന്ന് പത്മജ വേണുഗോപാൽ. രാഹുലിന്റെ സംഘത്തിലാണ് ശ്രീകണ്ഠനും. രാഹുലിന്റെ കഥകൾ നേരത്തെ കേട്ടിട്ടുണ്ടെന്നും പത്മജ. VK ശ്രീകണ്ഠനിൽ നിന്നും ഇത്തരം പരാമർശം പ്രതീക്ഷിച്ചില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും. ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീനെ അളക്കുന്നത്? തീർച്ചയായിട്ടും അതല്ല. അപ്പൊ അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും എനിക്ക് പെൺകുട്ടികളെ, ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിംഗ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി.
ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല. ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാഹുലിനെ സംരക്ഷിക്കാനാണ്, പാലക്കാടാണല്ലോ മറ്റേ ഷാഫി, അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്കറിയാം ഇവരൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് സുഖത്തിലൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചത് ധാർമ്മികതയുടെ പേരിലെന്ന് കെ മുരളീധരൻ. തുടർ അന്വേഷണങ്ങളുടെ റിസൾട്ട് അനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും. എം മുകേഷിനെതിരെ പരാതിയുണ്ടായിട്ടും കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചു. അതുകൊണ്ട് ധാർമ്മികത പറയാൻ CPM-ന് അവകാശമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ആരെങ്കിലും റിട്ടേൺ പരാതി കൊടുത്താൽ അന്വേഷിച്ചേ പറ്റൂ. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മറ്റ് നടപടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. പേര് പരാമർശിച്ച് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളവർ MLA-മാരെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ മാങ്കൂട്ടത്തിന് മാത്രം? മറ്റാർക്കും ധാർമ്മികത പറയാൻ അവകാശമില്ല. റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് ഉള്ള മുകേഷ് ആ റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കഴിഞ്ഞ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഇവർക്ക് ആർക്കും ധാർമ്മികത പറയാൻ ഒരു അവകാശമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗം സംശുദ്ധമായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തുടർ നടപടികളിൽ നല്ല ശിക്ഷണ നടപടികളും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് വന്നാൽ പാർട്ടി മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. VD സതീഷിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാത്തതെന്ന് ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ ഇക്കാര്യം ചോദിക്കുമെന്നും ശോഭ പറഞ്ഞു. ഈ ശ്രീമാൻ രാഹുൽ താൻ MLA സ്ഥാനം ഒഴിയില്ല എന്ന് പറയുന്നത് VD സതീശന്റെ സപ്പോർട്ടോടുകൂടിയാണ്. ആ സപ്പോർട്ടിനകത്ത് മറ്റു കോൺഗ്രസിന്റെ എത്ര കണ്ട് നേതാക്കന്മാരുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മമാരുടെ, പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂരിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തെന്ന് സമ്മതിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തത് തെറ്റല്ലെന്നും ജയിക്കാൻ വേണ്ടി അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നുമാണ് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. ഒരു വർഷം മുൻപ് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന ഗോപാലകൃഷ്ണൻ ജയിക്കാൻ വേണ്ടി ഇനിയും അങ്ങനെ വോട്ട് ചേർക്കുമെന്നും പ്രതികരിച്ചു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമാണല്ലോ പലപ്പോഴും. വിലാസം വ്യാജമൊന്നുമില്ല. വീട്ടുടമയ്ക്ക് പോലും അറിയില്ല. അല്ല, അതൊക്കെ ഒന്നോ രണ്ടോ പല തെറ്റിദ്ധാരണയും. ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ രണ്ടുപേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJP-യുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണ്. സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തെന്ന് സമ്മതിക്കുന്നു, ഒപ്പം ഇനിയും ചേർക്കും ജയിക്കാനായി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അശ്വതി, എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന കേന്ദ്ര നേതൃത്വം, പക്ഷേ സംസ്ഥാനത്തായിക്കോട്ടെ അങ്ങനെ ചേർക്കുമെന്ന് പറയുന്ന സംസ്ഥാന നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇനിയും വോട്ട് ചേർക്കുമെന്ന B. ഗോപാലകൃഷ്ണന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ കൂടിയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോടായി നടത്തിയത്. തൃശ്ശൂരിലെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വോട്ട് ചേർക്കും, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അങ്ങനെ വോട്ട് ചേർത്താൽ എന്താണ് കുഴപ്പം, വേണമെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്ന് മണ്ഡലത്തിൽ ഒരു വർഷം പ്രവർത്തിച്ച് അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഒരു വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ട് ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കും എന്നുകൂടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള കുറ്റസമ്മതം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് B. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപ് തൃശ്ശൂരിലെ വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അടക്കം മാധ്യമങ്ങളോട് മിണ്ടാതെ പോയ
പോയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് കെ സുരേന്ദ്രനായാലും ശോഭാ സുരേന്ദ്രനായാലും ഈ ഒരു ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയും പ്രതിപക്ഷവും CPM-ഉം ചേർന്ന് മനഃപൂർവ്വം BJP-യെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നതെന്നായിരുന്നു ഇരു മുന്നണികളും പറഞ്ഞിരുന്നത്. പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ B. ഗോപാലകൃഷ്ണൻ പറയുകയാണ് അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ട്, ഇനിയും ചേർക്കും, അതിലെന്താണ് അധാർമികമായിട്ടുള്ളത്, എന്താണ് ധാർമ്മികത എന്ന് മറു ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് B. ഗോപാലകൃഷ്ണൻ മറുപടി പറയുകയാണ്. എന്തായാലും ഇനി എന്താണ് ഇപ്പോൾ BJP നേതൃയോഗം കൊച്ചി റിനി ഹോട്ടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വോട്ട് ചോരിയിൽ നിന്നൊക്കെ മാറി വികസനം ചർച്ച ചെയ്യണമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ BJP-യുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് വികസനം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിലൊക്കെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത്. അങ്ങനെയിരിക്കെ B. ഗോപാലകൃഷ്ണന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം എന്തായിരിക്കും ഇനി കേന്ദ്ര നേതാക്കൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾക്ക് ഇതിൽ മറുപടി പറയേണ്ടത് എന്നുകൂടി കാത്തിരിക്കുകയാണ്. ശരി, CPM-ന് നൽകിയ കത്ത് ചോർത്തിയത് CPM-ന് നൽകിയ കത്ത് ചോർത്തി സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ അങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഓണക്കോടിക്കൊപ്പം 2 കോടി. CPM-ന് നൽകിയ കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് തന്നെയെന്ന് ആവർത്തിച്ച വ്യവസായി മുഹമ്മദ് ഷർഷാദ്. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിനാണ് ഷർഷാദിന്റെ മറുപടി. MV ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഷർഷാദ് പറയും. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മുഹമ്മദ് ഷർഷാദ് മറുപടി നൽകി. താൻ പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കെതിരെയോ ആരോപണം ഉന്നയിക്കുകയോ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന വസ്തുതാവിരുദ്ധമെന്നാണ് ഷർഷാദ് പറയുന്നത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഞാൻ എവിടെയും പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരിൽ കത്ത് ചോർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മകനെ ശ്യാംജിത്തിനെ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. അതായത് ശ്യാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് മുഹമ്മദ് ഷർഷാദ് ചെയ്യുന്നത്. പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ എതിരെയല്ല തൻ്റെ ആരോപണം. പക്ഷേ താൻ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് ചോർത്തിയത് ശ്യാംജിത്ത് എന്ന MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറി മകനാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുള്ള മറുപടിയാണ് MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഷർഷാദ് നൽകുന്നത്. അതായത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഷർഷാദിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, വ്യാജ ആരോപണങ്ങളാണ്, തനിക്കോ തൻ്റെ മകനോ ഇതിലൊരു പങ്കുമില്ല എന്ന് ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ട് MV ഗോവിന്ദന് ക്ലീൻ ചിറ്റ് നൽകുകയും എന്നാൽ ശ്യാംജിത്തിനെ സംശയം നിലനിർത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ഷർഷാദ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണങ്ങളും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് എംപിമാരുടെ സീറ്റ് താൽപര്യം സജീവ ചർച്ചയാകുമ്പോൾ NK പ്രേമചന്ദ്രൻ MPയുടെ അസംബ്ലി മോഹം RSPയിൽ മറ്റൊരു പിളർപ്പിന് വഴി തുറക്കുമോ? ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രന്റെ നീക്കങ്ങളാണ് RSPയിൽ കല്ലുകടിക്ക് വഴിവെച്ചിരിക്കുന്നത്. കൊല്ലം നിയമസഭാ സീറ്റിനു വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം തുടരുന്നതിനിടെയാണ് പ്രേമചന്ദ്രന്റെയും സമാന നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട RSPക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP UDFൽ അവകാശവാദം തുടരുന്നത്. ഇതിനിടെ
കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി RSPയിൽ കരുനീക്കം സജീവമാക്കിയിരിക്കുകയാണ്. 2016-ലും 2021-ലും കൈവിട്ടുപോയ ഇരവിപുരമോ ചവറയോ ലക്ഷ്യമാക്കിയാണ് പ്രേമചന്ദ്രന്റെ നീക്കം. MP സ്ഥാനം രാജിവെച്ച് NK പ്രേമചന്ദ്രൻ കളത്തിലിറങ്ങാൻ നടത്തുന്ന ശ്രമം കൊല്ലം സീറ്റിനു വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം. ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്നതും ഇതുതന്നെ. അതേസമയം കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. UDFിനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മയെന്ന് പലകുറി പരസ്യമായി പ്രതികരിച്ച ഷിബു ബേബി ജോണിനെ ഇടത് പാളയത്തിലെത്തിക്കാൻ ഇതിനോടകം തന്നെ CPM നീക്കം നടത്തിയതായാണ് വിവരം. UDFിന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് മുൻ മന്ത്രിമാരായ NK പ്രേമചന്ദ്രനെയും ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്നതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അർദ്ധരാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ തർക്കിച്ചത്. മാധവനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും പ്രതികരിച്ചു. ഞാൻ ശാസ്തമംഗല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ U-ടേൺ എടുത്ത് വെള്ളയമ്പലം ഭാഗത്തേക്ക് വരികയാണ്. അപ്പം മറ്റൊരു വാഹനം വെള്ളയമ്പലം ഭാഗത്തുനിന്ന് ശാസ്തമംഗലത്ത് നിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു വരുന്നു. അപ്പം ഞാൻ അവിടുന്ന് U-ടേൺ എടുത്ത് ട്രാക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്ലോയിൽ വരുന്ന ട്രാക്കിലേക്കാണ് ഞാൻ വാഹനം ഓടിച്ചു വരുന്നത്. ആ സമയത്ത് ട്രാക്ക് ഒന്നിൽ കൂടെ പോവുകയായിരുന്ന ഈ ചെറുപ്പക്കാരൻ വാഹനത്തിൽ ഗ്ലാസ് താഴ്ത്തി വളരെ സ്ലോയിൽ എൻ്റെ വണ്ടിയോടൊപ്പം ഓടിച്ചുകൊണ്ട് ഉച്ചത്തിൽ എന്തൊക്കെ പറയുന്നു. അപ്പം ഞാൻ ആദ്യം കരുതുന്നത് എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്നിരിക്കുകയോ മറ്റെന്തോ ആണെന്ന് കരുതിയാണ് ഞാൻ വാഹനം ഗ്ലാസ് താഴ്ത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഒച്ചയെടുത്ത് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണം, നിന്നെ ആരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാനും തിരിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസൊന്നും അല്ല നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി കയറ്റി പിടിക്കുന്നു. അപ്പം മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാതെ അവിടെ റോഡ് ബ്ലോക്കാവുന്നു. പക്ഷേ 11 മണി ഏകദേശം 10:45 വന്നതുകൊണ്ട് വാഹന തിരക്ക് കുറവാണ്. ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി വരുന്നു. ഒരു 5 മിനിറ്റ് റോഡിൽ വെച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു കാർ കൊണ്ട് നിർത്തി ആ കാറിലേക്ക് മറ്റൊരു ബൈക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടായപ്പോൾ നാട്ടുകാർ വന്ന് അയാളോട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി അയാളോട് വണ്ടിയെടുത്ത് മാറ്റാൻ പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ആളിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാനത് ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഒന്ന് പോലീസ് വരണമെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷ വെച്ച് അയാൾക്ക് തോന്നി ഞാൻ അയാൾ അച്ഛന് പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ട് അച്ഛന് പരാതി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അയാൾക്ക് തോന്നിയത് ഞാൻ അയാൾ അച്ഛനോട്. അപ്പോൾ അയാൾ ആ ടോണിലേക്ക് ഒച്ചയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ വാഹനത്തിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ആദ്യം കരുതി ഞാൻ അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഒച്ചയെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്. പക്ഷേ അവിടെ വെച്ച് എന്നെ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിൽ ഏതായാലും ആ പരിശോധനയിൽ അയാൾ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായി. പക്ഷെ മറ്റ് പരിശോധന എനിക്ക് പരാതിയില്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നില്ല പോലീസ്. അപ്പോൾ തന്നെ രണ്ടുപേരെ എഴുതി വെച്ചു.
കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ മാധവിന്റെ വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? മാധവിന്റെ വിശദീകരണം ലഭ്യമായിട്ടില്ല. പക്ഷേ മാധവ് എന്താണ് ഇന്നലെ മാധവ് സുരേഷ് എന്താണ് ആ റോഡിൽ കാണിച്ചതെന്ന ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വളരെ കൃത്യമായ വാഹനം തടയുന്നു. അതിനുശേഷം അയാൾക്കൊപ്പം മറ്റു യുവാക്കൾ കൂടിയുണ്ട്, ഒരുപക്ഷെ സുഹൃത്തുക്കളായിരിക്കാം. അവരെല്ലാം കൂടി പോയിട്ട് ഈ വാഹനം തടഞ്ഞു നിർത്തുന്നു. എന്തൊക്കെയോ മാധവ് സുരേഷ് ആക്രോശിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ബോണറ്റിൽ അടിച്ച് പോലീസ് വരട്ടെ എന്ന് പറഞ്ഞ് ബോണറ്റിൽ അടിക്കുന്നതും കാണാം. ഒരു ഷോ അർദ്ധരാത്രിയിൽ ഒരു ഷോ ആയിരുന്നു സിനിമാ താരം കൂടിയായ മാധവ് സുരേഷ് അവിടെ നടത്തിയെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇയാൾ മദ്യപിച്ചു എന്ന് സംശയം തോന്നാൻ വിനോദ് കൃഷ്ണയെ സംശയിപ്പിച്ചത് ഒരുപക്ഷെ ഈ ഒരു ഷോ കൊണ്ട് തന്നെയാകാം. ഇത്തരത്തിൽ റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി അർദ്ധരാത്രിയാണെങ്കിൽ പോലും മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ആളുകൾ പുറകിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഏതായാലും അത്തരമൊരു ഷോ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് വിനോദ് കൃഷ്ണ സംശയിച്ചിരിക്കാം. പോലീസ് ഇയാളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ വലിയ രീതിയിൽ പോലീസിനെതിരെ ഇയാൾ ആക്രോശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഒടുവിൽ പോലീസ് ഇയാളെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്ന് ഈ വൈദ്യപരിശോധന നടത്തുമ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലായി വിട്ടയക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് പരാതിയില്ല, മാധവ് സുരേഷിനും പരാതിയില്ല. അയാളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്നലെ രാത്രി സ്റ്റേഷനിലെത്തിയിരുന്നു. അവരുമായി സംസാരിച്ചാണ് ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാതെ പോലീസ് വിട്ടയച്ചത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മാധവ് സുരേഷ് അവിടെ നടത്തിയ ഷോ എത്രത്തോളം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ശരിയാണ്. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലപാതക കേസായി മാറ്റിയതിൽ നന്ദി പറഞ്ഞ സഹോദരൻ പ്രവീൺ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടതായും പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾക്ക് കൂടി സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയും പ്രവീൺ പങ്കുവയ്ക്കുന്നു. പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവസാനം 8 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരുന്നു. അതിനു മുമ്പുള്ള രീതിക്ക് ബന്ധുക്കളെയും ഞാൻ ഇറ്റലിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണേലും എന്നെയും വളരെ മാന്യമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആളുണ്ട് എന്ന് കാണിച്ച് കബളിപ്പിക്കാൻ പ്രതിക്ക് പറ്റി. 2017 ഡിസംബർ 20 ബിന്ദുവെന്ന ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയുടെ തിരോധാനം പട്ടണക്കാട് പോലീസിന്റെ ക്രൈം ഫയലിൽ ഇടം പിടിക്കുന്നത് ആ ദിവസമാണ്. ഒരു സ്ത്രീ പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ആൾമാറാട്ടവും വ്യാജരേഖകളുമടക്കം ചമച്ച് അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യപ്പെട്ടിട്ടും അവർ ജീവനോടെയില്ലെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് നീണ്ട 8 വർഷം വേണ്ടിവന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ സഹോദരൻ പ്രവീൺ മാത്രമായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നത്. പ്രവീൺ ആകട്ടെ വിദേശത്തും. ഇത് സെബാസ്റ്റ്യന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി. ക്രിമിനൽ ബുദ്ധിയുള്ള സെബാസ്റ്റ്യൻ ബിന്ദു ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചും പിന്നെയും വിലസി. ജൈനമ്മ കേസിൽ കോട്ടയത്തെ ജില്ലാ ജയിലിലാണ് നിലവിൽ റിമാൻഡിൽ സെബാസ്റ്റ്യനുള്ളത്. ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിലും സെബാസ്റ്റ്യന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതോടെ ഒരു പെണ്ണിനെ സ്നേഹം നടിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊലപ്പെടുത്തിയ കൊടും ക്രൂരനായ വ്യക്തിയുടെ മറ്റൊരു ആധികാരിക ചിത്രം കൂടി പുറത്തുവരികയാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ കുറ്റക്കാരൻ? പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന് തെളിയിച്ച് എല്ലാ ഒത്താശയും ചെയ്ത ചേർത്തലയിലെ ആദ്യ അന്വേഷണ സംഘത്തിനും ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ? 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIRന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഇല്ലേ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ തന്നെ ഇല്ല. ഇത് എന്തോ ഒരു ഇൻക്രിമെന്റിന്റെ വിഷയമൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പേരൊക്കെ പതുക്കെ പുറത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു.
ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ FIR ഇടാൻ പോലും 70 ദിവസം വേണ്ടിവന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് 6.5 മാസവും 15 ദിവസവും. സെബാസ്റ്റ്യന് വേണ്ടിയുള്ള പോലീസിന്റെ ഒത്താശയ്ക്ക് ഇതിനുമപ്പുറം എന്ത് തെളിവ് വേണം? ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും സിന്ധുവിനും ബിന്ദുവിനുമെല്ലാം ഇനിയെങ്കിലും നീതി കിട്ടുമോ? ഇതിന്റെ പുറകിലൊക്കെയുള്ള ബുദ്ധിയും പുറകിലൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം പതുക്കെ പതുക്കെ പുറത്തു വരട്ടെ. എങ്കിലും ഈ കാലതാമസം വന്നുപോയതിന്റെ ഒരു കുറ്റബോധവും സങ്കടവും എനിക്കില്ലായകയില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ അന്വേഷണം വരും, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. നാളെ മുതൽ പെൻഷൻ വിതരണം ചെയ്യും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ BJP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം യോഗം വിലയിരുത്തും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, K സുരേന്ദ്രൻ, BJP സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേതൃയോഗത്തിന് പിന്നാലെ നാളെ തൃശൂരിൽ സംസ്ഥാന ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ജില്ലാ വാർഡ് തലങ്ങളിലും ശില്പശാലകൾ നടക്കും. കൊച്ചിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് പോലീസുകാരൻ മദ്യപിച്ചെത്തി. KAP 5ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷാണ് ഇന്നലെ വൈകിട്ട് വിമാനത്താവളത്തിൽ മദ്യപിച്ചെത്തിയത്. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്തതോടെ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മദ്യപിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഉടനടി ഡ്യൂട്ടിയിൽ നിന്ന് മടക്കി അയച്ചു. ഇയാളുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്ന് വിവരങ്ങൾ തേടി DIGക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസുകാരനെതിരെ നടപടിയുണ്ടാകും. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം വൈകിട്ട് നടക്കും. മൃതദേഹം പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് നിന്ന് പീരുമേടെത്തിച്ചു. ഇന്നലെ തിരുവനന്തപുരം ILDMൽ ഇടുക്കി ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണുള്ളത്? എപ്പോഴാണ് സംസ്കാരം? ശ്രുതി, ഇപ്പോൾ നിലവിൽ വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിലാണ് മൃതദേഹം ഉള്ളത്. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം തിരുവനന്തപുരത്ത് നിന്നും പീരുമേട്ടിൽ വാളാടിയിലെ വാഴൂർ സോമന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് 11 മണിയോടെ മൃതദേഹം വിലാപയാത്രയോടെ വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി പ്രിയപ്പെട്ട ജനപ്രതിനിധിക്ക് പീരുമേട് MLAക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇടുക്കിയുടെ രാഷ്ട്രീയ രംഗത്തും തോട്ടം മേഖലയിലെ പൊതുപ്രവർത്തനത്തും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വാഴൂർ സോമൻ. അതുകൊണ്ട് തന്നെ പീരുമേടിലെയും വണ്ടിപ്പെരിയാറിലെയും തോട്ടത്തൊഴിലാളികൾക്ക് ഏറെ പ്രിയങ്കനായ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നിലവിൽ റവന്യൂ മന്ത്രി രാജൻ അടക്കമുള്ള പ്രമുഖരെല്ലാം അദ്ദേഹത്തിന്റെ വസതിയിലും ഒപ്പം കമ്മ്യൂണിറ്റി ഹാളിലും എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കമ്മ്യൂണിറ്റി ഹാളിലെ പ്രദർശനത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയാണ് വീട്ടിൽ നിന്നും വിലാപയാത്രയെ 30ഓടെയാണ് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചത്. ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ നേതാവിനെ വിരുന്നോക്ക് കാണാനായി തോട്ടം തൊഴിൽ മേഖലയിലെ നിരവധി ആളുകൾ ഇന്ന് വണ്ടിപ്പെരിയാർ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഓരോ നിമിഷവും ഈ ഹാളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ അത്രമാത്രം വണ്ടിപ്പെരിയാറിലെ പീരുമേടിലെ തോട്ടം മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി നിരവധി പ്രസ്ഥാനങ്ങളിലെ അമരക്കാരനായി പ്രവർത്തിച്ച, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒപ്പം ഇടുക്കിയുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു. ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു സ്വാധീനവും ശബ്ദവും അദ്ദേഹം മുഴക്കിയിരുന്നു. അവസാന നിമിഷങ്ങളിൽ പോലും ഇടുക്കിയുടെ പട്ടയവിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അതിനുശേഷമാണ് ആകസ്മിക മരണവും അദ്ദേഹത്തെ തേടിയെത്തിയത്. എന്തായാലും ഈ നിലവിൽ അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ 4 മണിയോടെ സംസ്കാര ചടങ്ങുകളാണ്
നടത്തുക. നിലവിൽ സംസ്കാരം നടക്കുന്നത് പാമ്പനാറിലെ ആനന്ദൻ സ്മൃതി മണ്ഡലത്തിന് സമീപമാണ്. വീട്ടിൽ മൃതദേഹം സംസ്കരിക്കാനായിരുന്നു ആദ്യം തീരുമാനമായിരുന്നെങ്കിലും അദ്ദേഹം വാഴൂർ സോമൻ മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു തന്റെ സംസ്കാരം AK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ചേർന്ന് വേണം നടത്താൻ എന്ന് മുൻപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. അതോടെയാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതിനാലാണ് SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ചേർന്ന് അദ്ദേഹത്തിന്റെ സംസ്കാരവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുശേഷം പാമ്പന അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി പീരുമേടിലെ വണ്ടിപ്പെരിയാറിലെ ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം സംസ്കാര ചടങ്ങുകളിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും. എന്തായാലും വരും മണിക്കൂറുകൾ വൈകിട്ട് 4 മണിയോടെ സംസ്കാര ചടങ്ങ് നടക്കും. അശ്വതി. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. വാഴൂർ സോമന്റെ നിര്യാണത്തിലൂടെ പീരുമേടിന് നഷ്ടമായത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വളർന്ന ഒരു നേതാവിനെയാണ്. 1974 മുതൽ പൊതുരംഗത്തെത്തിയ വാഴൂർ സോമൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടിനാണ് അന്ന് വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത്. സ്വദേശമായ കോട്ടയം വാഴൂരിൽ നിന്ന് 1976 വാഴൂർ സോമൻ ഇടുക്കിയിലെ പീരുമേട്ടിലേക്ക് എത്തിയത്. പീരുമേട് ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്ന ജ്യേഷ്ഠൻ ദാസിനൊപ്പമായി ആദ്യ കാലഘട്ടത്തിൽ പീരുമേട്ടിലെ താമസം. അക്കാലഘട്ടത്തിൽ തന്നെ പീരുമേട് കേന്ദ്രീകരിച്ച് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ AISFന്റെയും AIYFന്റെയും രൂപീകരണത്തിലും പ്രവർത്തനത്തിലും നേതൃത്വതലത്തിൽ പങ്കാളിയായി. ഇതിന്റെ തുടർച്ചയായി പ്രദേശത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം സജീവമായി. 1978 ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ രൂപീകരിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിയായി. നിലവിൽ ഇതേ സംഘടനയുടെ പ്രസിഡന്റ് ചുമതലയും വഹിച്ചിരുന്നു. നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരവധി തൊഴിൽ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഇത് AITUCയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളി സംഘടനകളുടെ വളർച്ചയ്ക്കും ഇടയാക്കി. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് 1980 വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ച വാക്കേറ്റത്തിൽ എത്തുകയും വാഴൂർ സോമന് ഗുരുതരമായ പോലീസ് മർദ്ദനം ഏൽക്കുകയും ചെയ്തിരുന്നു. ഇതക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും ഇടയാക്കി. അന്നത്തെ പോലീസ് മർദ്ദനത്തിന്റെ തുടർച്ചയായുണ്ടായ ശാരീരിക പ്രശ്നങ്ങളുമായിട്ടായിരുന്നു സോമന്റെ തുടർന്നുള്ള ജീവിതം. പിന്നീട് CPIയുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും 2010 മുതൽ 2015 കാലഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും AITUCയുടെ കീഴിലുള്ള വിവിധ തൊഴിലാളി സംഘടനകളുടെ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ് 2024 പരിശോധനയിൽ 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണിത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 58 മുതൽ 72 വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത്. രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പ് ദിവസം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും. തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുന്നത്. ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാത്തവർ, ഇവര് അന്യസംസ്ഥാനത്ത് വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരുടെ ID കാർഡുകൾ ഇവിടെ CPMന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിൽ മേടിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ CPM അതുപോലെ LDFും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താൽപര്യപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നുമില്ല. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്
പാലക്കാട് കുട്ടികൾ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുക്കുകയായിരുന്നു. തെക്കുമല പാലക്കാവ് അമ്പലത്തിന് സമീപമാണ് സംഭവം. ഗേറ്റ് അടയ്ക്കാനായതോടെയാണ് പരിക്കേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടാമെന്ന് സുപ്രീംകോടതി. തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്ന മുൻ നിർദ്ദേശം സുപ്രീംകോടതി ഭേദഗതി ചെയ്തു. തെരുവ് നായ്ക്കൾക്ക് പൊതുനിരത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നത് അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഭക്ഷണം നൽകാനായി മുനിസിപ്പൽ അധികൃതർ പ്രത്യേക സ്ഥലം കണ്ടെത്തണം. പിടികൂടുന്ന നായ്ക്കളെ വാക്സിനും വിരമരുന്നും നൽകിയ ശേഷം എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ തുറന്നുവിടണം. അക്രമ സ്വഭാവമുള്ളതും പേ ബാധിച്ചതുമായ നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ തുറന്നുവിടരുത്. തെരുവ് നായ വിഷയത്തിൽ രാജ്യവ്യാപകമായ ഏകീകൃത നയം രൂപീകരിക്കണമെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. നിയമവിരുദ്ധമായ പണം കൈകാര്യം ചെയ്യുന്ന മ്യൂൾ അക്കൗണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം മാറുകയാണെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ വ്യാജ സാമ്പത്തിക ഇടപാടുകളുടെ ഇരകളാക്കുന്നതായാണ് കണ്ടെത്തൽ. സംസ്ഥാനത്ത് 57 ലക്ഷം ബാങ്ക് അക്കൗണ്ട് ഉടമകളാണ് KYC നടപടികൾ ഇനിയും പൂർത്തിയാക്കാൻ ഉള്ളത്. മ്യൂൾ അക്കൗണ്ടുകളിലൂടെ കോടികളുടെ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ സംസ്ഥാനത്ത് നടക്കുന്നതായാണ് ബാങ്കേഴ്സ് സമിതിയുടെ ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് സൈബർ തട്ടിപ്പ് വഴിയുള്ള പണവുമാണ് ഇത്തരം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. 18നും 25നും ഇടയിൽ പ്രായക്കാരായ വിദ്യാർത്ഥികളെയാണ് പ്രലോഭിപ്പിച്ച് തട്ടിപ്പിന്റെ ഇരകളാക്കുന്നതെന്നാണ് കണ്ടെത്തൽ. വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന മ്യൂൾ അക്കൗണ്ട്, വാടകയ്ക്ക് എടുക്കുന്ന അക്കൗണ്ട്. അതുകൊണ്ട് ഈ ട്രാപ്പിൽ ആരും വീഴാതിരിക്കുക. കാരണം ഇത് എന്ത് സംഭവിക്കുമെന്ന് നാളെ ആദ്യം ഇൻകം ടാക്സിൽ നിന്ന് വരും, കോടികളാണ് മറിയുന്നത്. അവർക്കറിയില്ല 57 ലക്ഷമാണ് നമ്മളിതിപ്പോൾ KYC ചെയ്യാനുള്ളത്. 57 ലക്ഷം അക്കൗണ്ടുകൾ കേരളത്തിൽ KYC നടപടികൾ ഇനിയും പൂർത്തിയാക്കാത്തതായുണ്ട്. മൊത്തം അക്കൗണ്ടുകളുടെ 20% വരുന്നതാണ് ഈ സംഖ്യ. ഇതിൽ 90% ജൻധൻ അക്കൗണ്ടുകളാണ്. എല്ലാ അക്കൗണ്ടുകൾക്കും KYC ബാധകമാണ്. ജനധൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് ട്രാൻസാക്ഷൻ ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ പോലും ഇല്ലാത്ത അക്കൗണ്ട് വളരെ ചുരുക്കം അക്കൗണ്ടേ വരും. ജൻധൻ 90% വരും. വിക്ടിംസിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അറിയുന്നില്ലല്ലോ ഈ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നൊന്നും അറിയില്ല. അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വരില്ല. കാരണം ഈ പറയുന്ന ഫ്രോഡ്സ്റ്ററിന്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. തട്ടിപ്പ് തടയുന്നതിനായി ഓരോ പഞ്ചായത്തിലും ബാങ്കുകളുടെ നേതൃത്വത്തിലാണ് ജനസുരക്ഷാ പ്രചാരണം നടക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേക ക്യാമ്പയിനുകൾ പുരോഗമിക്കുകയാണെന്നും ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് രേഖകളില്ലാതെ കടത്തിയ 205 പവൻ സ്വർണവും 11 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. തൃശൂർ നെന്മേനി സ്വദേശി ഹരിദാസ്, അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് വൻ ചാരായവേട്ട. രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന വാറ്റുപകരണങ്ങളും ചാരായവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. കാഞ്ഞിരംകുളം സ്വദേശി അയ്യപ്പനാണ് പിടിയിലായത്. 150 ലിറ്ററോളം വാഷ്, 6 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് സർക്കിളും സംഘവും നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കേന്ദ്രം പ്രവർത്തിച്ചത്. കണ്ണൂർ, പയ്യന്നൂർ, കണ്ടോത്ത് 4 ഇടങ്ങളിൽ മോഷണ ശ്രമം. കണ്ടോത്ത് ALP സ്കൂൾ, ഔഷധി മരുന്നുശാല, ലോട്ടറി സ്റ്റാൾ, സ്പെയർ പാർട്സ് കട എന്നിവിടങ്ങളിലാണ് കവർച്ചാ ശ്രമം നടന്നത്. കണ്ടോത്ത് ALP സ്കൂളിൽ പ്രധാന വാതിൽ തകർത്ത് കയറി ഓഫീസ് മുറിയുടെ പൂട്ട് പൊളിച്ചു. ഓഫീസിലെ അലമാര കുത്തി തുറന്ന് ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. സംഭവ സമയത്ത് സ്കൂളിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയ ആൾ പിടിയിൽ. തൃശൂർ പകരപ്പള്ളി സ്വദേശി ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത്. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും 18,72,000 രൂപയാണ് തട്ടിയത്. ഇടുക്കി പീരുമേടിന് സമീപം പ്ലാക്കടത്ത് ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വ്യക്തമാക്കി പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കുടുംബത്തിന് അർഹമായ പരിഗണന നൽകാതെ വനം വകുപ്പും ട്രൈബൽ വിഭാഗവും ഭാര്യയുടെ മരണത്തിൽ ആരോപണ വിധേയനായപ്പോൾ താനും മക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും ആരും സഹായിക്കാൻ എത്തിയില്ലെന്നും സീതയുടെ ഭർത്താവ് ബിനു പറയുന്നു. സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ തുക കൈമാറുന്ന കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല.
ഭാര്യയുടെ മരണത്തിൽ സമൂഹം സംശയത്തോടെ നോക്കിയത് ബിനുവിനെയും മക്കളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലാണെന്ന് പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. തന്നെ കൊലപാതകയാക്കാൻ ശ്രമവും ഗൂഢാലോചനയും ഉണ്ടായെന്നും ബിനു പറയുന്നു. മക്കൾ രണ്ടുപേരും ഇനിയും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അമ്മയുടെ മരണത്തിൽ തെറ്റായ പ്രചാരണം മൂലമുണ്ടായ ഭയവും ആശങ്കയും ഇവരിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടുമില്ല. ഇപ്പോഴും പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. പിള്ളേരെ സ്കൂളിൽ വിടണം. അവർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇതേവരെ പിള്ളേർക്ക് പഠിക്കാൻ പോകാനൊരു മനസ്സങ്ങോട്ട് തോന്നുന്നില്ല. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷവും വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ല. ബിനുവിന് കിട്ടേണ്ട ആനുകൂല്യം കോമ്പൻസേഷൻ കിട്ടണം. പിന്നെ തുടർന്നുള്ള ബിനുവിന് കിട്ടേണ്ട ജോലി, അതും അവർ ജീവിക്കാനുള്ള ഒരു സംവിധാനം വേണമല്ലോ അവർക്ക്. അപ്പൊ ആ തുടർന്നുള്ള ജോലിയിൽ അത് കൃത്യമായിട്ട് സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള സംവിധാനവും കുട്ടികൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കഴിഞ്ഞ ജൂൺ 13-നാണ് പീരുമേട് പ്ലാക്കളത്തിന് സമീപം മീൻമുട്ടിയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഫോറൻസിക് സർജൻ മുന്നോട്ട് വെച്ചു. പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 ഇടുക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളക്കരയിൽ നിന്ന് ഓണക്കോടികൾ. ബാലരാമപുരം കൈത്തറിയിൽ ഒരുങ്ങുന്ന റോയൽ സാരിയും പൊന്നാടയും ഉടൻ ഡൽഹിയിലേക്ക് എത്തും. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഹാൻഡെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത്. കല്ലിയൂർ പെരിങ്ങമല കേന്ദ്രമായ ജയ്കിഷ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഓണക്കോടികൾ ഒരുങ്ങിയത്. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഹാൻഡെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് വസ്ത്രങ്ങൾ നെയ്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സ്വർണ്ണക്കസവിൽ ടിഷ്യൂ മെറ്റീരിയലിലാണ് സാരി തയ്യാറാക്കിയത്. പ്രധാനമന്ത്രിക്ക് ടിഷ്യൂ മെറ്റീരിയലിൽ സ്വർണ്ണക്കസവ് കള്ളികളായും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണവും വെള്ളിയും കസവുകൾ ഇടകലർത്തി കള്ളികളായും നെയ്ത പൊന്നാടയാണ് തയ്യാറാക്കിയത്. 15 റോയൽ സാരികൾ, 110 പൊന്നാട, 15 റോയൽ പൊന്നാട എന്നിവ കൈത്തറി കലാകാരന്മാർ നെയ്തെടുത്തു. 15ഓളം കൈത്തറി നെയ്ത്തുകാർ 20 ദിവസം കൊണ്ടാണ് ഇവ തയ്യാറാക്കിയത്. 4ാം തവണയാണ് പ്രധാനമന്ത്രി ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്ക് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്നതെന്ന് സൊസൈറ്റി സെക്രട്ടറി വി സന്തോഷ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർക്കൊക്കെ ഓണ സമ്മാനമായിട്ട് കേരള കൈത്തറി കസവ് സാരികൾ നമ്മളിവിടെ ജയ്കിഷ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് 3 വർഷങ്ങളായി നെയ്തു വരുന്നത്. അതായത് കൈത്തറി ഡയറക്ടറേറ്റ് വഴി ഹാൻഡെക്സിന് ലഭിക്കുകയും ഹാൻഡെക്സ് നമ്മുടെ സൊസൈറ്റിക്ക് തരികയും നമ്മൾ തന്നെയാണ് പ്രസിഡന്റ് സാരി, പ്രധാനമന്ത്രിയുടെ സാരി, കേന്ദ്രമന്ത്രിമാർക്ക് പൊന്നാട മുതലായവ നമ്മൾ തന്നെയാണ് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ നെയ്ത്തുകാരാണ് എല്ലാം തന്നെ ചെയ്യുന്നത്. നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഹാൻഡെക്സിന് ഉടൻ കൈമാറും. ഇവിടെ നിന്ന് സംസ്ഥാനത്തെ വിവിധ കലാശില്പങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ ഗിഫ്റ്റ് ബോക്സായാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നൽകുന്നത്. രാജ്യത്തിന്റെ വിശിഷ്ട വ്യക്തികൾക്ക് ഓണക്കോടിയായി ബാലരാമപുരം കസവ് വസ്ത്രം തിരഞ്ഞെടുത്തത് ബാലരാമപുരം കൈത്തറി മേഖലയ്ക്ക് മറ്റൊരു പൊൻതൂവലാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഓണമെത്തിയതോടെ വിപണന മേളകളും സജീവമാവുകയാണ്. നിംസ് മെഡിസിറ്റി ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന നെയ്യാറ്റിൻകരയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള ശ്രദ്ധയാകർഷിക്കുകയാണ്. രാജ്യത്തിന് തന്നെ അഭിമാനമായ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ, തൊഴുക്കൽ മൺപാത്രം, പഴമക്കാരിൽ നിന്ന് പകർന്നൊരുക്കിയ ഹെർബൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിങ്ങനെ നീളുന്നു ഇവിടത്തെ വിപണനമേളയിലെ കാഴ്ചകൾ. പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിങ്ങം 1-ന് തുടക്കം കുറിച്ച ഈ മേള 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മൺപാത്രം ആയാലും, ഖാദി ആയാലും, കൈത്തറി ആയാലും, നമ്മുടെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളായാലും എല്ലാത്തിനും മികച്ചൊരു പ്രതികരണമാണ് ഇവിടെ കിട്ടുന്നത്. ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതും ഏറ്റവും കൂടുതൽ അതിന്റെ ട്രെൻഡി ആയിട്ട് പോകുന്നതും നമ്മുടെ ഖാദി സാരീസാണ്. കൈത്തറി, ബാലരാമപുരം കൈത്തറിയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നിട്ട് നിൽക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹെർബൽ കാജൽ, സോപ്പുകൾ, വൈറ്റമിൻ സിറം, ബാലരാമപുരത്തിന്റെ തനത് വസ്ത്രങ്ങളായ
കൈത്തറി സാരികൾ, കസവ് സാരികൾ, മുണ്ടുകൾ, ഖാദി ഉൽപ്പന്നങ്ങൾ, മൺപാത്ര ശില്പകലയിൽ പേരുകേട്ട തൊഴുക്കൽ മൺപാത്ര ഉൽപ്പന്നങ്ങൾക്ക് മൺവിളക്കുകൾ, വിവിധതരം ചട്ടികൾ, ദേവരൂപങ്ങൾ, മൺചിരാതുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. கலெக்ஷன்ல நல்லா இருக்கு. அதுதான் இங்க வந்து பார்த்தோம். இந்த சாரி பிடிச்சி எடுத்துட்டு போறோம். நாங்க மாட்டாண்டோம் മുൻചിറയില ഇருந்து. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിപണനമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9215, പവന് 73720, 18 ക്യാരറ്റ് ഗ്രാമിന് 7620, പവന് 60960, വെള്ളി ഗ്രാമിന് 125, കിലോയ്ക്ക് 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം.